നമ്മൾ ആർക്കുള്ള അനുസരണത്തിലാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ഒന്നിനനുസരിക്കാതെ ഒരു മനുഷ്യനും നിലകൊള്ളാൻ കഴിയില്ല. ചില ആളുകൾ ചിലപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും, ഞാൻ ഒരു പള്ളിയെയോ ഒരു മതത്തെയോ ഒരു ആത്മീയ ആചാര്യനെയോ ഒരു അപ്പോസ്തലനെയോ ഒരു സുവിശേഷകനെയോ ഒരു സന്യാസിയെയോ ഒരാളെയും ഞാൻ എൻ്റെ ജീവിത വഴികാട്ടിയായി സ്വീകരിച്ചിട്ടില്ല. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ഇങ്ങനെ ഒരാൾ സ്വതന്ത്രനാകുന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ തന്നെ എല്ലാ വിലക്കുകളിൽ നിന്നും സ്വതന്ത്രനായി മുക്തനായി സർവതന്ത്ര സ്വതന്ത്രനാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ തന്നെ അടിമയായി തീർന്നിരിക്കുന്നു എന്നാണ്. അയാൾ സ്വന്തം ഇച്ഛക്ക് പരിപൂർണമായും വിധേയപ്പെട്ടിരിക്കുന്നു. വേറെ ഒരു നിയമത്തിനും അയാൾ വിധേയമല്ല എന്നാണ്. മനുഷ്യരുടെ ജീവിത വിജയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച വഴി പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാഥനേതോ അവനെ അനുസരിക്കണം, അവന്റെ കൽപ്പനകൾക്ക് കാതോർക്കണം. അപ്പൊ ജീവിതയാത്രയുടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് തഖ്വയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞാനത് എന്റെ ഭാഷയിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു കുന്നിന്റെ ചെങ്കുത്തായ ഒരു കുന്നിന്റെ ഒരു മുകളിൽ എത്തിയിട്ട് വേണം ഈ മനുഷ്യന് തന്റെ എന്തോ ഒരാവശ്യം അത്യാവശ്യമാണ്, അവിടെ പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ പോകും? വളരെ കൂരിരുട്ടുള്ള ഒരു രാത്രിയിലാണ് ഈ യാത്ര പോകുന്നത്. അതിശക്തമായ മഴ, അതുപോലെ തന്നെ അതിശക്തമായ മിന്നൽ. അപ്പൊ ഈ മിന്നലിന്റെ വെളിച്ചത്തിൽ ലേശം പ്രഭ, ഒരരണ്ട വെളിച്ചം കാണുമ്പോൾ ഓരോ കാലടി മുന്നോട്ട് വെച്ച് അങ്ങനെയാണ് അയാൾ നടന്നു പോകുന്നത്. തൊട്ടപ്പുറത്ത് ഈ വീതിയില്ലാത്ത ഒറ്റയടിപ്പാതയുടെ ഒരു വശത്ത് ആഴമേറിയ കൊക്കയാണ്, അതിന്റെ മറുവശത്ത് ഇടതിങ്ങി വളരുന്ന വലിയ കാടാണ്, ഘോരവനം. അതിൽ പലതരത്തിലുള്ള മാരക ഹിംസ്ര ജന്തുക്കൾ അങ്ങനെ വിഹരിക്കുകയാണ്. ഇത്രയും പ്രതികൂലമായ ഒരു അന്തരീക്ഷത്തിൽ, പ്രതികൂലമായ കാലാവസ്ഥയിൽ, വീതിയില്ലാത്ത ഈ ഒറ്റയടിപ്പാതയിൽ അടിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ തന്റെ ആ നടത്തത്തിൽ അയാൾ പാലിക്കുന്ന, അയാൾ കാണിക്കുന്ന ജാഗ്രത അത്രയും ഗൗരവപ്പെട്ടതാണ് തഖ്വ എന്ന് പറയപ്പെടുകയുണ്ടായി. ജീവിതയാത്രയുടെ വളവിലും തിരിവിലും, കയറ്റത്തിലും ഇറക്കത്തിലും, അടക്കത്തിലും മനക്കത്തിലും, ഏകാന്തതയിലും ജനമധ്യത്തിലും ഈ കാലടി ഞാൻ വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഇടപാട് ഞാൻ നടത്തിയത് കൊണ്ട് എനിക്കെന്റെ റബ്ബിന്റെ ലിള കിട്ടുമോ, എനിക്കെന്റെ റബ്ബിന്റെ പ്രീതി കിട്ടുമോ, അതല്ല ഞാൻ അവന്റെ ശാപകോപങ്ങൾക്ക് വിധേയനാകുമോ? ഈ ഒരു വിചാരത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്.